ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വർഷത്തേക്ക് സ്വാഗതം അല്ലേ. അതുപോലെ എൻ്റെ വീഡിയോയിലേക്കും സ്വാഗതം കേട്ടോ. ഇന്ന് മക്കൾ നേരത്തെ സ്കൂളിലേക്ക് പോയി. നേരത്തെ അല്ല, അവർക്ക് 8:30 മണിയാകുമ്പോഴത്തേക്കും സ്കൂൾ സ്റ്റാർട്ടാകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് പോയി. ആ സമയത്താണ് ഞാൻ വിചാരിച്ചത്, ഇന്ന് ആശൻ്റെ കൂടെ എഴുന്നേറ്റിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ ഒപ്പം എഴുന്നേക്കും. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല. എന്നാൽ ഇന്നൊന്ന് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭയങ്കര വെല്ലുവിളിയാണ്. അയിമ എഴുന്നേറ്റിട്ടില്ല. ഞാൻ എങ്ങനെയാണ് ആരെങ്കിലും ഒരാൾ പിടിച്ചു തരുമ്പോഴൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ വീഡിയോ എടുക്കാം, അല്ലാതെ പറ്റണില്ല. ഏതായാലും ഞാൻ അവിടെയൊക്കെ ഫോണ് വെച്ച് കഴിഞ്ഞ് ഞാനൊന്ന് എടുക്കാൻ നോക്കാൻ കേട്ടോ. പൊട്ടാറ്റോ ആണ് കേട്ടോ ഇന്ന് കുട്ടികൾക്കുള്ള എന്താ പറയുക കറി എന്ന് പറയുന്നത്. ജിലുവിന് പൊട്ടാറ്റോ റൈസും ലുലുവിന് നോർമലായിട്ട് നമ്മൾ ചോറും കറിയും തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലൊക്കെ വെക്കൂലേ, അതുപോലെ ഉരുളക്കിഴങ്ങിലേക്ക് മുളക്, മഞ്ഞൾ, മല്ലി, പിന്നെ വലിയ ജീരകം ഒക്കെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഓയിൽ വാർന്നിട്ടൊന്ന് നന്നായിട്ട് വരട്ടിയിട്ടോ. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അത് വേവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചും കൂടെ വെക്കുവേ. ഇന്ന് രാവിലെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അവിടെ കഷ്ണം മുറിച്ചിട്ടാട്ടോ കിട്ടുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ അതും കൂടി അങ്ങോട്ട് ആക്കിയാൽ ആ പണി ഇവിടെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ ബീഫ് വേവിക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് പാലൊഴിക്കും. കാരണം ചില ബീഫിനൊരു പ്രത്യേക തരം സ്മെല്ലും ഒരു ഒരു നല്ലതല്ലാത്തൊരു ടേസ്റ്റും വരില്ലേ. ആ സമയത്ത് കുറച്ച് പാൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് പാൽപ്പൊടിയൊക്കെ ഇടുമ്പോഴേ അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ആ ഒരു പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ആ ഒരു ബാഡ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ മെൻ്റലാണോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഒരു പരീക്ഷണത്തിന് ചെയ്ത് നോക്കുകൊണ്ടേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ടേ. എന്താ, ഞാൻ വീണ്ടും പൊട്ടാറ്റോ തന്നെ നോക്കുകയാണ്. അത് വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു ചിക്കൻ മസാലേൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ലുലു എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അതിൻ്റെ കുറച്ചുണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് ഇട്ടു. എന്നാൽ പിന്നെ ഗരം മസാല എപ്പോൾ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട്, വേവൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ഉപ്പിട്ടല്ലേ ഒന്നുകൂടി ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി ഞാൻ അടച്ചു വെച്ചു. 1 മിനിറ്റ് അടച്ചു വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, അത് വെന്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഉപ്പൊന്നും അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചതായിരുന്നു. ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. കാരണം എൻ്റെ കയ്യിൽ വേറെ ചട്ടികളൊന്നുമില്ല. ഒരു സ്റ്റീലിൻ്റെ ചട്ടിയാണ്. സ്റ്റീലിൻ്റെ ചട്ടിയിൽ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അത് അടി പിടിക്കും. പിന്നെ വേറൊരു ടേസ്റ്റൊക്കെ അടി പിടിച്ച ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇപ്പോൾ കുറേ സാധനങ്ങൾ, അതായത് ക്വാണ്ടിറ്റി കൂടുതലുള്ളതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, പിന്നെ ആ ചട്ടിയുടെ അടി പിടിച്ചിട്ടൊന്നുമില്ല, എന്നാലും ആ ഒരു സെൻറ്റർ ഭാഗത്തുള്ള അത് ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ ചട്ടി അവിടെ തന്നെ വെച്ചു. അതിനുശേഷം നമ്മൾ ഈ പൊട്ടാറ്റോ ഒന്ന് കുറച്ച് അതിനകത്തേക്ക് ഇട്ടു. ഇവിടെ നമ്മളെ കേരള റൈസ് കിട്ടും കേട്ടോ, പക്ഷെ ഒരു ഐറ്റം മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ആ റൈസാണ് ഇങ്ങനെയുള്ള ചോറിനൊക്കെ ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ജയ, കുറുവ അങ്ങനെ വ്യത്യസ്ത തരം ഒന്നും കിട്ടൂലെങ്കിലും ഒരൈറ്റം കിട്ടും. അതേപോലെ തന്നെ നമ്മളെ മട്ടരിയും കിട്ടും. മട്ടരി ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് അത് നമ്മൾ വാങ്ങാറില്ല. ചില സമയത്ത് ക്വാളിറ്റിയിലെ ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് തിളച്ചാൽ വേവുന്ന ചോറും കിട്ടും. പക്ഷെ അതല്ല, ഇതിപ്രാവശ്യം കിട്ടിയത് നല്ല അരി കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വേവിച്ച് വെച്ചുള്ള ചോറ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തു. പിന്നെ ആൾക്ക് നല്ല എരിവ് വേണം എന്ന് പറഞ്ഞാൽ അവൾ നല്ല എരിവ് കൂട്ടുന്ന ആളാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം എരിവിലാണ് പൊട്ടാറ്റോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് ചോറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അങ്ങ് ബാലൻസ് ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. തീ ഒന്ന് കുറച്ചിട്ടാണ് മിക്സ് ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ ആകെ കരിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനത്തെ ഈ റൈസിന് പിന്നെ അവർക്ക് വേറെ കറിയൊന്നും വേണ്ട. പക്ഷേ ഞാൻ രാവിലെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തിയും ഈ റൈസും കൂടെ ആയാൽ തന്നെ നല്ല അത്യാവശ്യം നല്ല ഒരു കോമ്പിനേഷനാണ്.
പിന്നെ നമ്മളെ നാട്ടിലെ പോലെ ചോറ് കുറേ കറിയൊന്നും ഇവിടെ കൊണ്ടുവരില്ല. ഇവർ പറയുന്നതൊക്കെ ഇവിടെ ചുവപ്പും പിങ്കും ഓറഞ്ചും മഞ്ഞയും പച്ചയൊക്കെയാണ് കുട്ടികളെ ചോറെന്ന്. അവർക്ക് അത് മതി. പിന്നെ തൈരും അങ്ങനെയാണ് ചോറിൽ തന്നെ അവർ കറി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അവരുണ്ടാക്കുന്നത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ആ ബീഫ് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനം മൊത്തം ഈ ബീഫിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ല നേരത്തെ, ഞാൻ ചിലപ്പോൾ ഒരു പാൽപ്പൊടി, ചെറിയ 10 രൂപേൻ്റെ പാൽപ്പൊടി ഇല്ലേ, അതോ അല്ലെങ്കിൽ ഇച്ചിരി പാലൊക്കെ ഒഴിക്കും ബീഫിൽ നിന്ന്. അപ്പോൾ നല്ലൊരു പാലിൻ്റെ ടേസ്റ്റ് വരാറുണ്ട്. പക്ഷെ അത് ഇവിടെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. ഞാൻ എന്നാലും അറിയാതൊക്കെ ഒഴിക്കും. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, ലുലുവിന് മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. കാരണം എനിക്ക് ഈ വേറൊരു സ്മെല്ല് വരുന്നത് അത് ഒരു ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് പാൽ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണേ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ ഒന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ അടുപ്പിൽ വെച്ചു കേട്ടോ, ഗ്യാസിൽ വെച്ചു. ആശി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ദോശ അല്ലെങ്കിൽ പൂരി ചപ്പാത്തി അതൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ അവനെന്ത് ചെയ്തു, കുറച്ച് പാൽക്കഞ്ഞിയാണ് രാവിലെ കൊടുക്കാറുള്ളത്. പാലിലേക്ക് ഇത്തിരി റൈസ്, നല്ല വെന്ത റൈസ് ഇടും. കാരണം ലാസ്റ്റ് ഊറ്റണതിന് മുമ്പ് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കും. ആ റൈസാണ് ഞാൻ പിന്നെ ഈ പാലിലേക്ക് ഇടുക. കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഈ റൈസും കൂടി ഇട്ടിട്ടാണ് കൊടുക്കുക. അവനത് കഴിക്കാറുണ്ട് കേട്ടോ, കുഴപ്പമില്ല, അവനത് ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ അതാ കുക്കർ വിസിലടിച്ചു. അപ്പോഴത്തേക്കും എന്താ പാലും തിളച്ചു കേട്ടോ. ഞാനത് രണ്ടും വാങ്ങി വെച്ചിട്ട് അടുത്ത പരിപാടി നോക്കുകയാണേ. ഇനി മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ പാക്കാക്കാണ് കേട്ടോ. ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. ജിലുവിന് ഇതാ പൊട്ടാറ്റോ റൈസും ചമ്മന്തിയാണ് കേട്ടോ. അതിനകത്തേക്ക് എന്തെങ്കിലും അച്ചാറോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. രണ്ടാളും ഒരേപോലെയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരാൾക്ക് കിറ്റിലും മറ്റൊരാൾക്ക് സാധാ കയ്യിലുമാണ് കൊടുക്കാറുള്ളത്. കാരണം ഈ ബുക്കുകൾ കൂടുതലും ജിലുവിനാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് കിറ്റിലാണ് കൊടുക്കുക. ലുലുവിന് ഇതാ ഞാൻ വെറും ചോറും സാധാ നമ്മളെ വൈറ്റ് റൈസും അതേപോലെ തന്നെ അതിനകത്ത് ചമ്മന്തിയും. പിന്നെ രാവിലെ ഈ പൂരിക്ക് ഞാൻ പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ കറിയുണ്ട്. പിന്നെ നമ്മൾ പൊട്ടാറ്റോ ഉണ്ടായിരുന്നല്ലോ, ആ പൊട്ടാറ്റോയും പിന്നെ ചമ്മന്തിയും പിന്നെ നമ്മളെ പരിപ്പ് കറിയും കൂടെ ആണ് കേട്ടോ കൊടുത്തത്. അവർ രണ്ടുപേരും 2 സ്കൂളിലാട്ടോ പഠിക്കണത്. ജിലു 8th ക്ലാസ്സിലാണ്. അവളത് ഇവിടുന്ന് ഒരു 4-5 ബിൽഡിങ് അപ്പുറത്താണ്. പിന്നെ ലുലുവിൻ്റെത് അവൾ +1, നമ്മുടെ നാട്ടിലെ +1 ആണ്. ഇവിടെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ജൂനിയർ കോളേജ് എന്ന് പറയും. അത് നമ്മൾ തൊട്ടടുത്താണ്, നമ്മളെ വീട്ടിൽ നിന്ന് കാണാവുന്ന ദൂരത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് കിട്ടൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് നമ്മളെ ബീഫ് അപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനത് നന്നായിട്ട് വേവുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കാണിച്ചു തരാണ്. പിന്നെ ഒരു കുടം നെയ്യുണ്ടായിരുന്നു, ഞാൻ ആ നെയ്യൊക്കെ ഇളക്കി എടുത്തതാണ് കേട്ടോ. നമ്മൾ ആശിൻ്റെ കഞ്ഞി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ആശിനെ അതൊന്ന് കുടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. കാർട്ടോ അല്ലെങ്കിൽ പിന്നെ 2-3 കാർട്ടൂണുണ്ട്. ഒരു അറബി കാർട്ടൂണ്, പിന്നെ കുറേ ഹിന്ദിക്കാരതുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഓടിക്കൊണ്ടിരിക്കുക, അവന് കഞ്ഞിയൊക്കെ കുടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊന്നും വായിക്കൊന്നും ആവില്ല. അതിൽ നിന്ന് ഓനങ്ങ് വിളിച്ചാണ്ടല്ലോ യാതൊരു മൈൻഡും ഉണ്ടാവില്ല.
അങ്ങനെ അവന് കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നമ്മൾ ആ ബീഫൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കിച്ചണിലേക്ക് പോയി. ആ ചട്ടി തന്നെ, നമ്മളെ പഴയ ചട്ടി തന്നെ വെച്ചു. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ കുറച്ച് എൻ്റെ ഇതുണ്ടായിരുന്നു, തേങ്ങ കഷ്ണങ്ങൾ, തേങ്ങ കൊത്താക്കിയിട്ട് ബീഫിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ഏതായാലും ആ ഓയിലിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തു. വരട്ടിയല്ല, അതൊന്ന് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും ഒന്നും പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുളക് പൊടിൻ്റെ പാക്കറ്റ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മുളക് പൊടി. വലിയ എരിവൊന്നും ഇല്ല താനും, എന്നാൽ നമ്മളെ ഈ മുളക് ക്രസ്റ്റ് ഉണ്ടല്ലോ, ഈ ഉണക്ക മുളക് പൊടിച്ചതുമല്ല എന്നാലും നന്നായിട്ട് പൊടിയാത്തതുണ്ടല്ലോ അത്. അപ്പോൾ അത് ഞാൻ എന്തായാലും വാങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതിലൊക്കെ അത് നമുക്കൊരു കായം പോലെ, അതായത് നല്ലൊരു ഗ്രേവി ആയിട്ട് അത് നമുക്ക് കിട്ടും. നല്ലോണം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ ആ കൊഴുപ്പ് ഈ മുളക് പൊടി ഇട്ടാലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ കുക്കറിലുള്ള മുക്കാലും ബീഫ് ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ കറിയിൽ കുറച്ച് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഒരു ബീഫ് കറി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കറിയിൽ കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഇട്ടിട്ട് ബാക്കി മൊത്തം ഇതിനകത്തേക്ക് ഇട്ടു. കുട്ടികളാരും കറി കൂട്ടൂല. ഇങ്ങനെ നന്നായിട്ട് പൊരിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വരട്ടി കൊടുത്താലൊക്കെ മാത്രം കഴിക്കുള്ളൂ, അല്ലാതെ ബീഫ് കറി ആയിട്ട് കഴിക്കാറില്ല. പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം അതിനകത്തേക്ക് ഇട്ടിട്ട് ബാക്കി എല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടാണ്. ഇത് കണ്ട നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തക്കാളി ഉള്ളി ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ലൊരു ഗ്രേവി രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവിയാണ് കുട്ടികൾ കൂടുതൽ കഴിക്കുക. ഇനി ഉപ്പേരി എന്താണെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഇന്നലത്തെ ഉപ്പേരി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് വേവുന്ന നമ്മളെ ക്യാബേജ് അല്ലേ, അപ്പോൾ ക്യാബേജ് എടുത്ത് ഒരു കഷ്ണം ക്യാബേജ് എടുത്തു കേട്ടോ. അത് ചെറുതായിട്ടല്ല, കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തത്. ചെറുതായി മുറിക്കണം എന്നുണ്ടെങ്കിൽ കയ്യിൽ തട്ടുമോ എന്ന് പേടിച്ചിട്ടേ. മക്കളെ ഈ വീഡിയോ ഞാൻ കണ്ടത് എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് കേട്ടോ. അപ്പം ഞാൻ അപ്പോഴത്തേക്കും ഒരാൾ വന്നു, അപ്പോൾ ഡോറ് തുറന്നെടുക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇവരെ വീഡിയോ എടുത്തിട്ടുള്ളത്. കഥ പറഞ്ഞ കഥ പറഞ്ഞെടുത്താ പിന്നെ സ്പീഡിൽ വന്നിട്ട് ഇതാ ഓയിൽ ഒഴിച്ചിട്ട് കടുക് വറ നമ്മളെ ക്യാബേജ് കഴുകി വെച്ച ക്യാബേജ് കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് വറ്റിച്ചെടുക്കാൻ നോക്കണേ. നമ്മളെ ഇന്നലത്തെ ഉപ്പേരി അതും കൂടെ അതിനകത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണേ. അതാ ഞാൻ ഈ ഉപ്പേരിയും കൂടി ആക്കിയതിന് ശേഷം എൻ്റെ മറ്റു പണികളിലേക്ക് പോവാണ്. പിന്നെ ഫുഡ് വിളമ്പുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തതുമില്ല, ആ സമയത്ത് കൊച്ചു സമ്മതിച്ചില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇന്ന് നമ്മളെ പ്രിപ്പറേഷൻ ഫോർ ലഞ്ച് നോക്കിയാലോ. ചോറുണ്ട്, പരിപ്പ് കറി ഉണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്, അതുപോലെ തന്നെ ബീഫ് വരട്ടിയതുണ്ട്, ബീഫ് കറി ഉണ്ട്, പിന്നെ നമ്മളെ ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല കുശാലായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ.